പ്രിയപ്പെട്ട കൂട്ടുകാരെ, നന്ദനം ഫുഡ് ഫ്യൂഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാരറ്റ് പോളയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെൽ ഐക്കണും ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഐറ്റമാണിത്. ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ്, പാൽപ്പൊടി, മുട്ട, പഞ്ചസാര, നെയ്യ്, അണ്ടിപ്പരിപ്പ്. ആദ്യമായി നമുക്ക് ക്യാരറ്റ് റെഡിയാക്കിയെടുക്കാം. ഇതിനുവേണ്ടി 3 മീഡിയം ക്യാരറ്റ് തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുക്കറിലിട്ട് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം. ഇതാ ക്യാരറ്റ് വേവിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആവിയൊക്കെ പോയി തണുത്തതിന് ശേഷം ഒരു മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കാം. വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞതിന് ശേഷമായിരിക്കണം അരച്ചെടുക്കേണ്ടത്. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 ക്യാരറ്റിന് 3 മുട്ട എന്ന തോതിൽ. അപ്പോൾ ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 4.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കണം. അരച്ചത് റെഡിയായിട്ടുണ്ട്. ഇതാ നല്ല പേസ്റ്റ് രൂപത്തിലുണ്ട്. ഇനി നമുക്ക് കാരറ്റ് പോള ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് ചെറുതായൊന്ന് ഫ്രൈ പാനിൽ വെച്ച് വറുത്തു കോരി എടുക്കണം. ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പൊന്ന് വറുത്തു കോരി എടുക്കണം. ഞാനിവിടെ ഒരു കുക്കറിലാണ് ഈ പോള ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി 3 ലിറ്ററിൻ്റെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കുക്കർ ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഈ നെയ്യ് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുക. നെയ്യ് നന്നായി ഒന്ന് ചൂടാകട്ടെ. ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. ഇനി കാരറ്റ് പോളയുടെ കൂട്ട് ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുക്കർ അടച്ചു വയ്ക്കുക.
കുക്കറിൻ്റെ മുകളിലുള്ള വെയിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചെറുതായൊന്ന് തീ കൂട്ടി മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ആവി വരുന്നത് വരെ അങ്ങനെ ചൂടാവട്ടെ. ഇതാ ഇപ്പോൾ ആവി വന്നു കഴിഞ്ഞു. ഇനി ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഞാനൊന്ന് ഈ കുക്കർ തുറന്നു നോക്കട്ടെ. ഇത് ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്തു വെച്ച അണ്ടിപ്പരിപ്പ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. തുടക്കത്തിൽ തന്നെ വെച്ചാൽ അണ്ടിപ്പരിപ്പെല്ലാം കൂടി താഴോട്ടേക്ക് പോകും. അതുകൊണ്ടാണ് പാതി വെന്തതിന് ശേഷം ഇത് വെച്ച് കൊടുക്കുന്നത്. കുക്കർ വീണ്ടും അടച്ചു കൊടുക്കുകയാണ്. ഇനി കുക്കറിനെ ഡയറക്റ്റ് ഫ്ലെയിമിൽ നിന്നും മാറ്റുകയാണ്. ഡയറക്റ്റ് ഫ്ലെയിമിലാവുമ്പോൾ അടിക്ക് പിടിക്കാനും കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പഴയ ഒരു ഫ്രൈ പാൻ ഞാനിവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് കുക്കറിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാൻ ഉണ്ടെങ്കിൽ കുക്കറിന് പകരം അതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെക്കുകയും ചെയ്യാം, കരിഞ്ഞു പോവുകയോ അടിക്ക് പിടിക്കുകയോ ഒന്നും ചെയ്യുകയുമില്ല. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഏകദേശം 20-25 മിനിറ്റിനുള്ളിൽ പാകപ്പെടുത്തി എടുക്കാനും പറ്റും. ഇതിപ്പോൾ ഏകദേശം 40-45 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കുക്കർ തുറക്കുകയാണ്. പാകം നോക്കാൻ ഒരു ടൂത്ത് പിക്ക് എടുത്ത് നമുക്ക് കുത്തി നോക്കാം. ഇതാ ഏകദേശം ഒന്നും പറ്റിപ്പിടിക്കാതെ വന്നിട്ടുണ്ട്. നല്ല കളർഫുള്ളും സോഫ്റ്റും ആയിട്ടുള്ള ക്യാരറ്റ് പോള റെഡിയായി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷവും കഴിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.